ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുമ്പോൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. നമ്മൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് വ്യൂ പോയിന്റ് ആണ്. പിന്നെ അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് വ്യൂ പോയിന്റ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാമെങ്കിലും ചില സമയത്ത് നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ വന്ന് മൂടി നല്ല ക്ലൗഡ് ബെഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. മേഘങ്ങളൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടേക്ക് എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൻ്റെ ആ ഒരു പാറയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഇനി അവിടേക്കാണ് നേരെ പോകുന്നത്. പോകുന്ന വഴി ഇതുപോലെ തേയിലത്തോട്ടമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം. ഈ വഴി നേരെ ഊട്ടിക്കും പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നില്ല. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അധികം ആക്റ്റീവ് അല്ലാത്ത ട്രിപ്പിലാണോ എന്ന്. ഫസ്റ്റ് കാര്യം ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. രണ്ടാമത്തെ കാര്യം ചെറിയൊരു ജോലി കിട്ടി, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ പഴയ പോലെ തന്നെ ഇടുന്നതായിരിക്കും. ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ തേയിലത്തോട്ടം മാത്രമല്ല, ഇതേപോലത്തെ കാട് വഴികളും പിന്നെ കുറേ പൈൻ മരത്തോട്ടങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. യാത്രകളും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 7 മണി മുതൽ 5 മണി വരെ കേട്ടോ ഇവിടെ എൻട്രി ടൈം. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റും കാണാം, കോടമഞ്ഞും ആസ്വദിക്കാം. ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ക്ലിയർ വെതറായിരുന്നു. അതൊക്കെ കണ്ടില്ലേ, ഇപ്പം അധികം മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്യാമറ ഉപയോഗിക്കാമെങ്കിലും ഡ്രോണൊന്നും അലൗഡ് അല്ല. അതിപ്പോൾ തമിഴ്നാട്ടിൽ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഇതുപോലെ കുറച്ച് ദൂരം നടക്കാനുണ്ട്, അപ്പോഴാണ് നമുക്ക് വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ മൊത്തം 8 പേരുണ്ട്. എല്ലാവരും പല വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് കാണാത്തത്. അപ്പോൾ സാധാരണ മുതുമലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ റോഡ് ട്രിപ്പും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരികെ പോകാറാണ് പതിവ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ പറഞ്ഞ് അവിടേക്കൊക്കെ വരാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഗൂഡല്ലൂർ ടൗൺ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ കോടയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ക്ലിയർ വ്യൂ കാണാൻ പറ്റുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മൊത്തം കോട കയറും, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് എന്തായാലും 2 വെതറും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റും കാണാൻ പറ്റും, ആ ഒരു കോടമഞ്ഞൊക്കെ മൂടി ക്ലൗഡ് ബെഡായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതേ ചെറിയ രീതിയിൽ കോടയൊക്കെ ഇങ്ങനെ മൂടി തുടങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗത്തായിട്ട്. ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും മേഘങ്ങളൊക്കെ നമ്മുടെ താഴെ ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി തുടങ്ങി. നമുക്കിതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആവും. നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കോടമഞ്ഞ് വന്ന് ഇങ്ങനെ മൂടുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വലിയ വ്യൂ പോയിൻ്റാണ്. ആ ഒരു മേഘം വന്ന് ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ താഴെയാണ് മേഘങ്ങൾ. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ട ആ ഒരു വിഷ്വൽ എനിക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ളും ആ ഒരു വൈറ്റ് കളറിൽ നിൽക്കുന്നത് മൊത്തം മേഘമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മേഘം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. നമ്മളിപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പകുതി എത്തിയിട്ടുള്ളൂ, ഇനിയും മേലേക്ക് കയറാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തണുപ്പും ഒരു പ്രത്യേക ക്ലൈമറ്റ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ആനപ്പിണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഇങ്ങനെയും ഒരു സ്ഥലത്ത് ആനകൾ വരുമോ എന്നുള്ളത്. പക്ഷെ നല്ല രീതിയിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ഇപ്പോൾ ഫുൾ കോടമഞ്ഞായി നമ്മൾ ഏറ്റവും ടോപ്പിലെ ഭാഗത്തെത്തി. ഇനി ഇതിനപ്പുറത്തേക്ക് എൻട്രി ഇല്ല കേട്ടോ, ഇവിടെ വെച്ച് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം സന്ദർശിക്കുക. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.